വെൽക്കം ബാക്ക് ടു സൈലർ ലേണിംഗ്. നമ്മളെല്ലാവരും ഇപ്പൊ USS എക്സാം എഴുതാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ എക്സാമിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്വാഭാവികം അല്ലെ. പക്ഷെ എന്റെ മക്കൾ എന്താ ടെൻഷൻസ് ഒന്നും അടിക്കണ്ട. നമ്മള് ഈ വരുന്ന ലൈവ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്താൽ തന്നെ നല്ല മാർക്ക് നിങ്ങൾക്ക് USSൽ സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ ഇന്ന് മിസ് എന്തിനാ വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ USSൽ സോഷ്യലിന് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു അറിയാലോ. അപ്പം നമ്മുടെ സോഷ്യലിലെ 5 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് കുറച്ച് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് മിസ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെ ഈസി പീസി ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ പലപ്പോഴും ഓപ്ഷൻസ് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് ഇന്നൊന്ന് ക്ലാരിഫൈ ചെയ്യാം. അതേപോലെ തന്നെ മക്കളെ, എക്സാമിന് പോകുന്ന സമയത്ത് ടെൻഷൻ അടിച്ച് ക്വസ്റ്റ്യൻസിന് അപ്രോച്ച് ചെയ്യാതിരിക്കുക. അത് ഏത് സബ്ജക്റ്റ് ആയാലും, മാത്സ് ആയാലും സോഷ്യൽ ആയാലും ഇംഗ്ലീഷ് ആയാലും എനിത്തിങ്, നിങ്ങൾ പേപ്പറിന് അപ്രൂവ് ചെയ്യുന്ന സമയത്ത് ടെൻഷൻ അടിക്കരുത്. കാരണം ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഓപ്ഷൻസ് ഒക്കെ വായിക്കുന്ന സമയത്ത് അത് അയ്യോ ഇങ്ങനെയായിരുന്നു അല്ല ഇങ്ങനെയായിരുന്നു അങ്ങനെ കിട്ടാതെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകും. അപ്പൊ ഒരു മാർക്ക് മതി നമുക്ക് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാൻ വേണ്ടിയിട്ട്. അപ്പൊ ടെൻഷൻ അടിക്കാതെ കൂളായിട്ടിരുന്നിട്ട് എനിക്ക് പറ്റും, ഞാൻ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ലൈവ് ഒക്കെ കണ്ടതാ, ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചതാ, അപ്പൊ എനിക്ക് സാധിക്കും എന്നൊരു കോൺഫിഡൻസ് ഉള്ളിൽ വെച്ചിട്ട് എന്റെ മക്കൾ എന്ത് ചെയ്യുക, പേപ്പറിന് അപ്രോച്ച് ചെയ്യാം. അതിൽ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യും, പഠിച്ചിട്ടുള്ളതായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ കൂളായിട്ട് പേപ്പറിന് അപ്രോച്ച് ചെയ്യൂലേ. അങ്ങനെ അപ്രോച്ച് ചെയ്താൽ മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഓപ്ഷൻസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയി റോങ് ആൻസർ നമ്മൾ പലപ്പോഴും എടുത്തു പോകുന്നതിന്റെ കാരണം നമ്മുടെ ടെൻഷൻസ് ആണ്. അപ്പൊ ടെൻഷനൊക്കെ ഒന്ന് ഒഴിവാക്കി കൂളായിട്ട് നമ്മൾ പേപ്പറിന് അപ്രോച്ച് ചെയ്യാം. അപ്പൊ മിസ് എന്ന് പറഞ്ഞല്ലോ, നമ്മുടെ സോഷ്യലിലെ 5 പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിലെ കുറച്ച് MCQs ആയിട്ട്, MCQ മീൻസ് ഇൻ ദ സെൻസ് നിങ്ങളെ USSലെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് തുടങ്ങാം. റെഡിയല്ലേ? അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു ഏത്? യൂറോപ്പ് ഇൻ ട്രാൻസിഷൻ അല്ലെ, യൂറോപ്പ് പരിവർത്തന പാതയിൽ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ആണ് അല്ലെ. യെസ്, ഈ ഒരു ചാപ്റ്ററിലെ ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോയാലോ? ഒന്ന് നോക്കിയേടാം. നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? പറഞ്ഞേ. ഇപ്പൊ മിസ് പറയുമ്പോ എന്റെ കുഞ്ഞുങ്ങൾ ഇത് കാണുന്ന സമയത്ത് ചെയ്യണം, ആൻസർ പറയണം. ആരാണ് നവോത്ഥാനത്തിന്റെ പിതാവ്? നമുക്കറിയാം ആരാണ് നവോത്ഥാനത്തിന്റെ പിതാവ്. യെസ്, പെട്രാർക്കാണ് നവോത്ഥാനത്തിന്റെ പിതാവ് അല്ലെ. അപ്പൊ ആരാണ് നവോത്ഥാനത്തിന്റെ പിതാവ്? പെട്രാർക്കാണ് നവോത്ഥാനത്തിന്റെ പിതാവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോയാലോ? നവോത്ഥാന കാലത്തെ പ്രസിദ്ധമായ മൊണാലിസയുടെ നിർമ്മാതാവ് ആരാണ്? അത് ആർക്കും അറിയാത്ത ഈസി ക്വസ്റ്റ്യൻ അല്ലേ. പക്ഷെ എന്താണ്, ഓപ്ഷൻസ് ശ്രദ്ധിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. ആരാണ് ഇവിടെ? നമ്മുടെ ലിയനാർഡോ ഡാവിഞ്ചിയാണ് മൊണാലിസ ചെയ്തിട്ടുള്ളത് അല്ലെ. അതേത് കാലത്തിലാ വന്നത്? നവോത്ഥാന കാലത്താണ്. നവോത്ഥാന കാലത്തെ പിതാവ് ആരായിരുന്നു? ആരാണ്? പെട്രാർക്കാണ് അല്ലെ പിതാവ്. ദെൻ അടുത്ത മക്കളെ നോക്കിയേ, ആവിയന്ത്രം കണ്ടുപിടിച്ചത് ആരാണ്? നമ്മളെ വിൻഡ് ടർബൈൻ കണ്ടുപിടിച്ചത് ആരാണ്? ഒന്ന് പറഞ്ഞേ, ആരാണ്? നമ്മുടെ ജെയിംസ് വാട്ട് ആണ്. ഇവിടെ ഓപ്ഷൻസിൽ തെറ്റുത്തരം വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം ജോൺ കെ, ജെയിംസ് ഹാഗ്വിസ്, ജെയിംസ് വാട്ട്, ജോർജ് സ്റ്റീവൻസ്, അപ്പൊ അങ്ങനെയൊക്കെയാണ് പേര് വരുന്നത്. അപ്പൊ മാറിപ്പോരുന്ന മക്കളെ ജെയിംസ് വാട്ട് ആണ്, മാറിപ്പോകരുതേ. അടുത്തത് നമ്മുടെ പ്രിന്റിംഗ് പ്രസ് അഥവാ അച്ചടി യന്ത്രം കണ്ടുപിടിച്ചത് ആരായിരുന്നു? നമ്മുടെ ഗുട്ടൻബർഗ് ആണ് അല്ലെ. ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചതോടുകൂടിയാണ് നവോത്ഥാനത്തിന്റെ ഐഡിയാസ് ഒക്കെ എന്ത് ചെയ്തത്? ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ. താഴെ തന്നിരിക്കുന്നവയിൽ യോജിക്കുന്നവ ഏതെല്ലാമാണ്? അപ്പം ഇവിടെ ട്രൂ ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണെന്ന് എന്ത് ചെയ്യാ, മാർക്ക് ചെയ്യാനാണ്. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം? ട്രൂ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ മാർക്ക് ചെയ്യില്ലേ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എന്റെ മക്കൾക്ക് മിസ് തരുന്നതാട്ടോ. അപ്പൊ ട്രൂ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അപ്പൊ ഇത് എന്റെ മക്കൾക്ക് തരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. യെസ്, ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യാൻ മറക്കരുതേ, കമന്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ശരിയായ ജോഡി ഒന്ന് കണ്ടുപിടിച്ച്, റൈറ്റ് പെയറിനെ ഇവിടെ ഒന്ന് കണ്ടുപിടിച്ച്. ആരാണ് ശരിയായ ജോഡി? യെസ്, ആരാണ്? ഡോൺ കിക്സോട്ട് സെർവാന്തയാണ് ശരിയായ ജോഡി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ മക്കളെ? ഡെക്കാമറൈൻ കഥകളിലൂടെ പ്രസിദ്ധനായ ഒരു ഇറ്റാലിയൻ കവിയും കഥാകാരനും ഉണ്ടായിരുന്നല്ലോ, വിജ്ഞാന സാഹിത്യകാരനുമായിരുന്നു അദ്ദേഹം. ആരാണ് ഈ വ്യക്തി? ഈ വ്യക്തിയുടെ പേരൊന്ന് പറഞ്ഞേ. നമ്മുടെ ബൊക്കാച്ചിയോ ആണ് അല്ലെ. ആരാണ്?
ബൊക്കാച്ചിയോ ആണ് എന്തായത് ഫേമസ് ആയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉത്തരം ഒന്ന് പറഞ്ഞേ. വ്യവസായ വിപ്ലവം ആരംഭിച്ചത് എവിടെയായിരുന്നു? ഇംഗ്ലണ്ട്, ഇറ്റലി, അമേരിക്ക, ജപ്പാൻ. എവിടെയാണ് വ്യവസായ വിപ്ലവം ആരംഭിച്ചത്? ഇംഗ്ലണ്ടിലാണ് നമ്മുടെ വ്യവസായ വിപ്ലവം ആരംഭിച്ചത്. എവിടെയാണ്? ഇംഗ്ലണ്ടിലാണ് വ്യവസായ വിപ്ലവം ആരംഭിച്ചിട്ടുള്ളത്. ഇനി നവോത്ഥാന സാഹിത്യകാരനായ പെട്രാക്കിന്റെ പ്രധാന കൃതി മക്കളെ പറയാനാണ്. ഇതിലേത് കൃതിയാണ് നമ്മുടെ പെട്രാക്കിന്റെ? ഏതാണ്? നമുക്കറിയാം, സീക്രട്ടമാണ് പെട്രാർക്കിന്റെ കൃതിയിലെ സീക്രട്ടമാണല്ലേ കൃതി മക്കളെ പറയുന്നത്. ഇനി നമ്മുടെ സൗരയൂഥ സിദ്ധാന്തം, സോളാർ സിസ്റ്റം തിയറി കണ്ടുപിടിച്ചത്, ആവിഷ്കരിച്ചത് ആരാണ്? നമ്മുടെ നിക്കോളാസ് കോപ്പർനിക്കസ് അല്ലേ? ആരാണ്? നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. സെറ്റല്ലടാ? സെറ്റല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. മധ്യകാലഘട്ടങ്ങളിൽ സാഹിത്യങ്ങളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷയുണ്ടായിരുന്നു. ഏത് ഭാഷയാണ് അവർ ഉപയോഗിച്ച്? ഇംഗ്ലീഷ്, ഫ്രഞ്ച്, സ്പാനിഷ്, ലാറ്റിൻ. ഏതാണ് ഉപയോഗിച്ചിരുന്നത്? നമ്മുടെ ലാറ്റിൻ ലാംഗ്വേജ് ആയിരുന്നു മധ്യകാലഘട്ടത്തിൽ അവര് ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ഇതുവരെ സെറ്റ് അല്ലേടാ? ഇനി നമ്മളെ സെക്കൻഡ് ചാപ്റ്ററിലെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കിയാലോ. കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്, ഫ്രം ട്രേഡ് ടു പവർ. കച്ചവടത്തിനായി വന്ന ബ്രിട്ടീഷുകാര്, ഫ്രഞ്ചുകാര്, ഡച്ചുകാര്, ഫ്രാൻസുകാർ ഇവരെങ്ങോട്ട് മാറുകയാണ്? അധികാരത്തിലേക്ക് എത്തുകയാണ്. അപ്പൊ അധികാരത്തിന് വേണ്ടിയിട്ട് എന്താ, ഇവർ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ വാസ്കോഡ ഗാമ ആദ്യമായി കപ്പലിറങ്ങിയത് എവിടെയാണ്? നമ്മുടെ കാപ്പാടാണ്. ഇവിടെ കേരളം എന്ന് എഴുതി പോകും, കാരണം കേരളത്തിലാണ് കാപ്പാടുള്ളത്. പക്ഷെ മാറിപ്പോവരുത്, കേരളത്തിലെ കോഴിക്കോടുള്ള കാപ്പാടാണ് അദ്ദേഹം കപ്പലിറങ്ങിയത്. അപ്പൊ കാപ്പാട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ആ ഒരു ഓപ്ഷനിലേക്ക് എന്റെ മക്കള് പോവട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. കൊച്ചി, കൊല്ലം എന്നിവിടങ്ങളിൽ വാണിജ്യ കേന്ദ്രങ്ങൾ സ്ഥാപിച്ച വിദേശ ശക്തി. ദാറ്റ് മീൻസ് ഏത് ഫോറിനേഴ്സ് ആണ് ഇവിടെയൊക്കെ എന്താണ് ട്രേഡ് സെന്റേഴ്സ് സ്ഥാപിച്ചത്? പോർച്ചുഗീസ്, ഫ്രഞ്ചുകാര്, ഡച്ചുകാര്, ഇംഗ്ലീഷുകാര്. ആരായിരുന്നു എടാ? യെസ്, നമ്മുടെ ഡച്ചുകാരായിരുന്നു അല്ലെ. ആരാണ്? നമ്മുടെ ഡച്ചുകാരാണ്. ഇനിയോ നമ്മുടെ ചവിട്ട് നാടകം ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? നമുക്ക് ഈസി ആയിട്ട് അറിയാം, നമ്മുടെ പറങ്കിപ്പട എന്ന് വിളിക്കുന്ന പോർച്ചുഗീസുകാരാണ് നമുക്ക് ഇവിടെ ചവിട്ട് നാടകം നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെ. ഓക്കെ അല്ലേ? ഇനി മക്കളെ, ഡച്ചുകാര് യുദ്ധം നടത്തിയിട്ട് അവരെ ശക്തിയൊക്കെ ക്ഷയിച്ചു പോയിരുന്നു, അവരെ പവറൊക്കെ ക്ഷയിച്ചു പോയിരുന്നു. അപ്പൊ അത് ഏത് യുദ്ധത്തിലാണ് ഇവര് പരാജയപ്പെട്ടത്, അല്ലെങ്കിൽ ഇവരെ ശക്തി ക്ഷയിച്ചു പോയത് ഏത് യുദ്ധത്തിലായിരുന്നു? നമ്മുടെ കുളച്ചൽ യുദ്ധത്തിലാണ് കേട്ടോ. ഇനി മക്കളെ, ദത്തവകാശ നിരോധന നിയമം നിർത്തലാക്കിയ പ്രഭു ആരാണ്? നമ്മുടെ ഡൽഹൌസി പ്രഭു ആണ്. ദത്തവകാശ നിരോധന നിയമം എന്തായിരുന്നു? അക്കാലത്തെ പ്രിൻസ്ലി സ്റ്റേറ്റിലെ രാജാക്കന്മാർക്ക് ആൺകുട്ടികളെ മാത്രമേ അവരെന്താണ് അടുത്ത അനന്തരാവകാശി ആക്കുള്ളൂ. അപ്പൊ ആൺകുട്ടികൾ ഇല്ലാത്ത അവസരത്തിൽ അവർ ആൺകുട്ടികളെ ദത്തെടുക്കുമായിരുന്നു. പക്ഷെ ഡൽഹൌസി പ്രഭു എന്ത് ചെയ്തു? ഈ ദത്തവകാശം അത് നിർത്തി. ഇനി ആർക്കും ദത്തെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതാണ് നമ്മുടെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, കൊണ്ടുവന്ന വ്യക്തിയാണ് നമ്മുടെ ഡൽഹൌസി പ്രഭു. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കേ മക്കളെ. വാണിജ്യത്തിന് വേണ്ടി ഇന്ത്യയിൽ എത്തിയ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ആദ്യമായി ബംഗാളിൽ അധികാരം സ്ഥാപിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച ഘടകം എന്താണ്? നമ്മളെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് എത്തിയത് എന്തായിരുന്നു? ട്രേഡിനായിരുന്നു. പക്ഷെ ബംഗാൾ അവർക്ക് അധികാരം സ്ഥാപിക്കാൻ വേണ്ടി, പവർ ചാക്കാൻ വേണ്ടി, പവർ ആവാൻ ഇൻ ദ സെൻസ് അവിടെ പവർ കിട്ടാൻ വേണ്ടി അവർ ആഗ്രഹിക്കുകയാണ്. എവിടെ? ബംഗാളിൽ ടു ഗെയിൻ പവറിന് വേണ്ടി അവർ ആഗ്രഹിക്കുന്നു. സോ എന്താണ് റീസൺ? എന്ത് കാരണം കൊണ്ടാണ് ബംഗാൾ പിടിച്ചെടുക്കാൻ അവർക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്? കാർഷിക സമൃദ്ധിയും കച്ചവട സൗകര്യങ്ങളുമാണ്. അതായത് അവിടെ അഗ്രികൾച്ചറലി പ്രോസ്പെറസ് ആയിട്ടുള്ള ലാൻഡ് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം ട്രേഡ് ഫെസിലിറ്റീസ് അവൈലബിൾ ആയിരുന്നു. സോ ദാറ്റ് ദ റീസൺ അവർ ബംഗാൾ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി, ബംഗാള് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി അവർ തയ്യാറായിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മള് അടുത്ത ക്വസ്റ്റിനിലേക്ക് നമ്മൾ പോവുകയാണ്. മക്കളെ നോക്കിക്കേ.
മാഹി ആരുടെ കോളനി ആയിരുന്നു? മാഹി അല്ലെങ്കിൽ മൈഐ എന്ന് പറയുന്നത് ആരുടെ കോളനിയാണ്? നമ്മുടെ ഫ്രഞ്ചുകാരുടെ കോളനിയാട്ടോ. ആരുടെ കോളനിയാണ്? ഫ്രഞ്ചുകാരുടെ കോളനിയാണ്. ഇനി നമ്മളെ ഡച്ചുകാര് ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ പേരെന്താണ്? ഹോർത്തൂസ് മലബാറിക്കസ്. ആരുടെ സഹായത്തോടു കൂടിയ? മലയാളിയായ E.T. അച്യുതൻ വൈദ്യരുടെ സഹായത്തോടു കൂടിയാണല്ലേ ഇത് തയ്യാറാക്കിയത്. യെസ്, അപ്പൊ നമ്മൾ നോക്കില്ലേ. ഇനി മക്കളെ, എപ്പോഴാണ് നമ്മളെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകൃതമായത്? ബ്രിട്ടീഷുകാരുടെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നാ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്? 1600 AD എന്നാ ഫോം ചെയ്തത്? 1600 AD കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, എന്നാണ് മക്കളെ നമ്മുടെ കുളച്ചൽ യുദ്ധം നടന്നത്? ഏത് വർഷമാണ്? 1741 എന്നാണ്. 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഇനി കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നത്. ഇതോടുകൂടെ ഫ്രഞ്ചിന്റെ ആധിപത്യം അവസാനിക്കുകയും എന്നേക്കുമായിട്ട് ഇന്ത്യയിൽ എന്താണ്? ബ്രിട്ടീഷുകാർ അധികാരം സ്ഥാപിക്കുകയും ചെയ്തു. ഓക്കെ. ഇനി മക്കളെ, മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഒരു ഉടമ്പടി പ്രകാരമായിരുന്നു, ഒരു ട്രീറ്റി പ്രകാരമായിരുന്നു. അത് ഏത് ട്രീറ്റി പ്രകാരമാണ്? നമ്മുടെ ശ്രീരംഗപട്ടണം ട്രീറ്റി പ്രകാരമാണ്. ഏത് ട്രീറ്റി പ്രകാരമാണ്? ശ്രീരംഗപട്ടണം ട്രീറ്റി പ്രകാരമാണ് കേട്ടോ. ഏതാണ്? ശ്രീരംഗപട്ടണം ട്രീറ്റി. ഇനി മക്കളെ, ദത്തവകാശ നിരോധന നിയമത്തിലൂടെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്ത പ്രദേശം ഏതൊക്കെയാണ്? ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ, ഝാൻസി, സത്താറ, നാഗ്പൂർ, മലബാർ, കൂർക്ക്, ബംഗാൾ, ഹൈദരാബാദ്, ബോംബെ, ഗോവ. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? ഏതാണ്? ഝാൻസി, സത്താറ, നാഗ്പൂർ ആയിരുന്നു ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? പിടിച്ചെടുത്ത പ്രദേശങ്ങൾ. ഇവിടെ അനന്തരാവകാശിയായിട്ട് ആൺകുട്ടി ഇല്ലാത്ത സമയത്ത് അവർക്ക് എന്താണ്? ദത്തവകാശത്തില് ഒരു ആൺകുട്ടിയെ ദത്തെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിരോധന നിയമം വരികയും ഈ സ്ഥലങ്ങളൊക്കെ എന്താണ്? ബ്രിട്ടീഷുകാരുടെ കൈകളിൽ ആവുകയുമാണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി ദത്തവകാശ നിരോധന നിയമം ഡൽഹൌസി പ്രഭുവാന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ സൈനിക സഹായ വ്യവസ്ഥ എന്തായിരുന്നു? സബ്സിഡറി അലയൻസ് ആരായിരുന്നു? വില്യം ബെന്റിക് ആണോ? കോൺവാലിസ് പ്രഭുവാണോ? വെല്ലസ്ലി പ്രഭുവാണോ? മെക്കാല പ്രഭുവാണോ? നമുക്കറിയാം ഏത് വ്യക്തിയാണ്? യെസ്, വെല്ലസ്ലി പ്രഭുവാണ് അല്ലേ. അപ്പൊ നമ്മൾ എന്തു ചെയ്തു? അതും നമ്മൾ കവർ ചെയ്തു. നമ്മൾ ഇനി 3rd ചാപ്റ്റർ ആയ ചെറുത്തുനിൽപ്പുകളും 1ാം സ്വാതന്ത്ര്യ സമരവുമാണ് പോകുന്നത്. 1ാം സ്വാതന്ത്ര്യ സമരം നടക്കുന്ന വർഷം ഏതാ? ഏത് വർഷത്താ 1ാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത്? എന്റെ മക്കൾ ഒന്ന് കമന്റ് ചെയ്യോ? അല്ലേ വേണ്ട, മിസ് തന്നെ പറയാ. കാരണം അറിയല്ലോ നമുക്ക് എന്താണ് 1857 ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് നടക്കുന്നത്. ഇതിന് നമ്മളൊരു പേര് വിളിക്കും. നമ്മളല്ല, ബ്രിട്ടീഷുകാര് ഇതിനൊരു പേര് വിളിച്ചിരുന്നു. ആ പേരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ആ പേരൊന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എടാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ ഗറില്ല യുദ്ധമുറ നടത്തിയ പോരാളിയാണ്. അതായത് നമ്മൾ ഒളിച്ചിട്ട് അവർക്കെതിരെ ഫൈറ്റ് ചെയ്യുമ്പോൾ അവർ കാണില്ല. അതിനെയാണ് നമ്മൾ ഗറില്ല യുദ്ധമുറ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ആരായിരുന്നു ഒരു ഗറില്ല വാർഫെയർ നടത്തിയത്? നമ്മുടെ കേരളത്തിൽ ചോദിക്കുമ്പോൾ നമുക്ക് പഴശ്ശിരാജ എന്ന് പറയാം. പക്ഷെ കേരളം എന്ന് സ്പെസിഫൈ ചെയ്യാതിരിക്കുമ്പോൾ ആൻസർ ഏതായി വരും? നമ്മുടെ താന്തിയ തോപ്പിയാണ് ആൻസർ ആയി വരുന്നത്. ഏതാണ്? താന്തിയ തോപ്പിയാണ് ആൻസർ ആയി വരുന്നത്. ഇനി നമ്മളെ 1ാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് 1857 അറിയാം. ഇത് എവിടെയായിരുന്നു പൊട്ടിപ്പുറപ്പെട്ടത്? നമ്മുടെ മീററ്റിലായിരുന്നു ഇത് പൊട്ടിപ്പുറപ്പെട്ടത്. എവിടെയാണ് പൊട്ടിപ്പുറപ്പെട്ടത്? മീററ്റിലാണ് പൊട്ടിപ്പുറപ്പെട്ടത്. ഇനി നേരത്തെ മിസ് പറഞ്ഞ ക്വസ്റ്റ്യൻ അതാ വരുന്ന. ബ്രിട്ടീഷുകാർക്കെതിരെ ഗൊറില്ല യുദ്ധമുറ നടത്തിയ കേരളത്തിലെ ഭരണാധികാരിയാണ് ചോദിക്കുന്നത്. അത് നമുക്കറിയാം ആരാണ്? നമ്മുടെ പഴശ്ശിരാജയാണ് അല്ലെ. ആരാണ്? പഴശ്ശിരാജയാണ്. ഇനി സന്താൾ കലാപവുമായി ബന്ധപ്പെട്ട സ്ഥലം എവിടെയാണ്? ഏത് സ്ഥലത്താണെടാ സന്താൾ കലാപം നടന്നത്? നമ്മുടെ രാജ്മഹൽ കുന്നുകളിലാണ് സന്താൾ കലാപം നടന്നത് അല്ലെ. എവിടെയാണ്? രാജ്മഹൽ
കുന്നുകളിൽ. ഇനി ഇവിടെ നോക്കിക്കേ, 1857 കാൺപൂരിൽ വിപ്ലവം നയിച്ചത് ആരായിരുന്നു? കാൺപൂരിൽ റെവല്യൂഷൻ ലീഡ് ചെയ്ത വ്യക്തി ഏതായിരുന്നു? എടാ, നാനാ സാഹിബ്. ആരാണ്? നാനാ സാഹിബ് ആണ് അല്ലേ. ഇനി നമ്മുടെ കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാ? നമ്മുടെ പഴശ്ശിരാജ. നമ്മുടെ പഴശ്ശിരാജയാണ് എന്താറിയപ്പെടുന്നത്? കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജയാണ്. ഇനി നമ്മുടെ നഗോഡകൾ ആരായിരുന്നു? കർഷകരാണോ? ഗോത്രവർഗക്കാരാണോ? അല്ലല്ലേ. അങ്ങനെയാണ് കൈത്തൊഴിലുകാരായിരിക്കില്ലേ? അതുമല്ല. അപ്പൊ എന്താ? യെസ്, നെയ്ത്തുകാരാണ് നഗോഡകൾ എന്ന് പറഞ്ഞ. ഈ ചാപ്റ്ററിന് തുടക്ക ഭാഗത്തിൽ തന്നെ കൈവരികളും മുറിക്കുന്നതൊക്കെ പറയുന്നില്ലേ, അവിടെയാട്ടോ നമ്മൾ നഗോഡകളെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. ഇനി പഴശ്ശി സമരവുമായി ബന്ധപ്പെടാത്ത വ്യക്തിയെ കുറിച്ച് പറയാം. അത് നമുക്കറിയാം, തലയ്ക്കൽ ചന്തും കൈതേരി അമ്പും മത്തൻ ഗുരുക്കളൊക്കെ എന്തായിരുന്നു? നമ്മുടെ പഴശ്ശി സമരവുമായി ബന്ധപ്പെട്ടതാണ്. ഇതുമായി ബന്ധപ്പെടാത്തതാരാ? പാലിയത്തച്ഛനാണ്. പാലിയത്തച്ഛൻ. അങ്ങനെയെങ്കിൽ ഇതിനൊന്ന് ആൻസർ പറഞ്ഞേ. ചരിത്ര പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? കുണ്ടറ പ്രൊക്ലമേഷൻ അത് അനൗൺസ് ചെയ്ത ആരായിരുന്നു? യെസ്, നമ്മുടെ വേലുത്തമ്പി ദളവ. ആരാണടാ? വേലുത്തമ്പി ദളവയാണ്. അങ്ങനെ നമ്മള് 3 ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞു. USSലെ സോഷ്യലിൽ വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ഇന്ത്യ പുതുയുഗത്തിലേക്ക്. എവിടേക്കാ നമ്മൾ പോകുന്നത്? ഇന്ത്യ പുതുയുഗത്തിലേക്ക്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? എനർജി അല്ലേ? ഓക്കെ. അതിന്റെ ഇടയ്ക്ക് ഒരു കിച്ച് വന്നാട്ടോ. ഓക്കെ മക്കളെ, സതി നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ചത് ആരാണ്? നമ്മുടെ വില്യം ബെന്റിക് പ്രഭു. അത് നമ്മൾ ചെറുപ്പത്തിലേ നമ്മൾ പഠിക്കുന്നതാണല്ലേ. അപ്പം രാജാറാം മോഹൻ റായ് എന്നൊക്കെ ചില ആളുകളെ മനസ്സിൽ വരും. രാജാറാം മോഹൻ റായ് അല്ല മക്കൾ, അത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി, പ്രഖ്യാപിക്കാൻ വേണ്ടി ഒരു ബ്രിട്ടീഷുകാരനെ പറ്റുള്ളൂ. ബിക്കോസ് അവരാണ് നമ്മളവിടെ ഭരിച്ചിരുന്നത്. പക്ഷെ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തതിൽ നമുക്ക് രാജാറാം മോഹൻ റായിനെ പറയാം. പക്ഷെ അത് നിയമവിരുദ്ധമായി പ്രഖ്യാപിച്ച വ്യക്തി എന്ന് പറയുന്നത്, ഇല്ലീഗലായിട്ട് പ്രഖ്യാപിച്ചത് വില്യം ബെന്റിക് പ്രഭു ആണ്. ഓക്കെ മക്കളെ, സത്യശോധക് സമാജ് എന്താണ്? സത്യശോധക് സമാജ് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ ജ്യോതിറാവു ഫൂലെയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ആരുമായിട്ടാണ്? ജ്യോതിറാവു ഫൂലെയുമായിട്ട്. ഇനി ദേശീയ കാഴ്ചപ്പാടോടുകൂടി പത്രങ്ങൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ച വ്യക്തിയാണ് ആര്? നമ്മുടെ രാജാറാം മോഹൻ റായ്. ആരാണ്? രാജാറാം മോഹൻ റായ്. ഒരു നാഷണൽ ഔട്ട്ലുക്കോട് കൂടെ പേപ്പേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് രാജാറാം മോഹൻ റായ് എന്ന് പറയുന്നത്. ഇനി മക്കളെ, അലിഗഡ് പ്രസ്ഥാനം ആരുടെ സംഭാവനയാണ്? അലിഗഡ് പ്രസ്ഥാനം എന്ന് പറയുന്നത്? ഇപ്പൊ നമുക്ക് അലിഗഡ് യൂണിവേഴ്സിറ്റി ഒക്കെ അല്ലേ, ആരുടേതാണ്? യെസ്, നമ്മുടെ സർ സെയ്ദ് അഹമ്മദ് ഖാന്റെ കോൺട്രിബ്യൂഷൻ ആണ്. സർ സെയ്ദ് അഹമ്മദ് ഖാന്റെ കോൺട്രിബ്യൂഷൻ ആട്ടോ. അങ്ങനെയാണെങ്കിൽ ഇതിനുത്തരം ഒന്ന് പറഞ്ഞേ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം INC-നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, INC. എന്നാ രൂപീകരിച്ച്? വേഗം പറഞ്ഞേ. യെസ്, INC രൂപീകരിച്ച വർഷം എത്രയാണ്? 1885 INC ഫോം ചെയ്ത്. എന്നാ ഫോം ചെയ്ത്? 1885. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് പറഞ്ഞേ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാരാണ് മക്കളെ? നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് പറയുമ്പോൾ പെട്രാർക്കിന് നമുക്ക് ഓർമ്മ വരും. ഇത് നമ്മുടെ ഇന്ത്യൻ നവോത്ഥാന ചോദിക്കുന്നത്. ഇവിടെ ആരാണ്? നമ്മുടെ രാജാറാം മോഹൻ റായ് ആണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്. അപ്പൊ ശ്രദ്ധിക്കുക, നവോത്ഥാനം എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കണം. പക്ഷെ ഓപ്ഷൻസ് വരുമ്പോൾ നമുക്ക് അങ്ങനെ കൺഫ്യൂഷൻസ് വരില്ല. രാജാറാം മോഹൻ റായ് ആണ് മക്കളെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് പറയുന്നത്. ബ്രഹ്മസമാജവും സ്ഥാപിച്ചത് ആരായിരുന്നു? നമ്മുടെ രാജാറാം മോഹൻ റായ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഐഡിയാസും ഐഡിയോളജീസും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തതാണ് ബ്രഹ്മ സമാജ്. ഇനി മക്കളെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം പറഞ്ഞു 1885 എന്ന് പറഞ്ഞു. അപ്പൊ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്? എ.ഒ. ഹ്യൂം, നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ഗാന്ധിജി. ഇവിടെ നമുക്ക് തെറ്റുത്തരം വരാം. കാരണം നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ഗാന്ധിജി ഇതൊക്കെ കേൾക്കും. എ.ഒ. ഹ്യൂം ഒരിക്കലും അല്ല, കാരണം അയാൾ ഒരു ഇംഗ്ലീഷുകാരനല്ലേ. അപ്പൊ ഇതിൽ ഏതെങ്കിലും ആയിരിക്കും നമ്മൾ കറക്കി കുത്തി ആൻസർ ഇടുക. പക്ഷെ നമ്മളെ കറക്കി കുത്തുന്നത് അവിടെ തെറ്റാണ്. യെസ്, ആരാണ്? നമ്മുടെ എ.ഒ. ഹ്യൂം എന്ന ഇംഗ്ലീഷുകാരനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത്. അത് തെറ്റിപ്പോവരുതേ.
അങ്ങനെ നമ്മുടെ ഫൈനൽ സെക്ഷനിലേക്ക് പോവാണ്. നമ്മുടെ ചാപ്റ്റർ 5 സാമ്പത്തിക സ്രോതസ്സുകളിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ 5 ചാപ്റ്റേഴ്സിൽ USSൽ വരുന്ന സോഷ്യൽ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ മിസ് പോകുകയാണ്. എങ്ങോട്ടാ പോകുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? 100 ദിവസം ഉറപ്പായും തൊഴിൽ നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ. അന്നപൂർണയാണോ, ഉച്ചഭക്ഷണ പദ്ധതിയാണോ, അന്ത്യോദയ അന്ന യോജനയാണോ, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയാണോ? യെസ്, ഏതാണ്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തന്നെയാണ്. ഇനി ഭക്ഷ്യസുരക്ഷാ ബില്ല് പാർലമെന്റ് അംഗീകരിച്ച വർഷം എത്രയാണ്? 2013 മക്കളെ ഭക്ഷ്യസുരക്ഷാ ബില്ല് പാർലമെന്റ് എന്ത് ചെയ്യുന്നത്? അംഗീകരിക്കുന്നത്. ഇനി നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനപ്രദമായ സർക്കാർ പദ്ധതി ഏതാണ്? സ്വർണ ജയന്തി റോസ്ഗർ യോജന. മക്കളെ ഇതാ ഒരു ചാപ്റ്ററിൽ ഒരു റൈറ്റ് സൈഡിലൊക്കെ ആയിട്ട് നമുക്കൊരു ടേബിൾ ഒക്കെ തന്നിട്ട് പറഞ്ഞിട്ടില്ലേ, പദ്ധതികൾ എന്ന് പറഞ്ഞാൽ മേലോട്ടൊക്കെ ഇങ്ങനെ ഓരോന്ന് വരച്ചൊക്കെ ഒരു ഗ്രാഫ് പോലെയൊക്കെ, നോട്ട് ലൈക്ക് ഗ്രാഫ്, അതൊരു എന്താ പറഞ്ഞുതരാ, ജസ്റ്റ് ഇങ്ങനെ ഒരു കോളൊക്കെ വരച്ചിട്ട് ഓരോ പദ്ധതികളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തന്നില്ലേ. അപ്പൊ ആ ടേബിൾ ഇങ്ങനെയൊക്കെ വരച്ചിട്ട് ഇങ്ങനെ നല്ല ഏകദേശം മനസ്സിലാൻ വേണ്ടി വരച്ചത്. അപ്പൊ എന്ത് ചെയ്യാ കുഞ്ഞുങ്ങൾ, ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യാ, ഒന്ന് പഠിച്ചു വെക്കട്ടോ. ആ പദ്ധതികൾ നമുക്ക് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ചോദിക്കും. കൃത്യമായിട്ട് പഠിച്ചു വെക്കണേ. അപ്പൊ അത് നമ്മൾ കഴിഞ്ഞില്ലടാ. ഇനി 65 വയസ്സിനു മേൽ പ്രായമുള്ളവർക്കായി 10 കിലോ അരി നൽകുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഏത് പദ്ധതിയാ? അന്നപൂർണ. ഏത് പദ്ധതിയാ? അന്നപൂർണ പദ്ധതിയാണ് കേട്ടോ. ഇനി മക്കളെ സർവശിക്ഷ അഭിയാന്റെ ലക്ഷ്യം എന്താണ്? സർവശിക്ഷ അഭിയാൻ ഏതാണ്? നമ്മളൊരു പെൻസിലിന്റെ മേലെ 2 കുട്ടികൾ പോകുന്ന കണ്ടില്ലേ, അതാണ് അല്ലെ സർവശിക്ഷ അഭിയാൻ. അപ്പൊ സർവശിക്ഷ അഭിയാന്റെ ലക്ഷ്യം എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. എന്താണ്? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ഏത് മുതൽ ഏത് വയസ്സ് വരെ? 6 to 14 years. ഇനി നമ്മളെ വനം, ഫോറസ്റ്റ് ഏത് റീജിയനിൽ വരുന്നതാണടാ? പ്രാഥമികമാണോ, ദ്വിതീയമാണോ, തൃതീയമാണോ? ഇതൊന്നുമല്ലേ. ഏത് മേഖല? പ്രാഥമിക മേഖല, പ്രൈമറി സെക്ടർ ആണ്. കാരണം ഫോറസ്റ്റിന്ന് നമുക്ക് എന്താണ്, ഒരു വനമേഖലയിൽ നിന്ന് ഒരു ഫോറസ്റ്റ് നമ്മൾ മരങ്ങളൊക്കെ കട്ട് ചെയ്തിട്ടാണ് നമ്മളെ സെക്കൻഡറി തൃതീയ മേഖലയായിട്ടുള്ള മാനുഫാക്ചറിങ് അവിടേക്ക് നമ്മൾ പോയിട്ടാണ് ഇതെന്ത് ചെയ്യുന്ന പേപ്പറും കാര്യങ്ങളും ഒക്കെ ആക്കുന്നത്. എന്നിട്ട് തൃതീയ മേഖലയായ ലോറിയിലൂടെയും അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനിലൂടെയാണ് നമുക്ക് എത്തുന്നത് അല്ലെ. അപ്പൊ വനം എന്ന് പറയുന്നത് എന്താണ്? പ്രാഥമിക മേഖല അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ ആണ്. ഓക്കെ അല്ലേ? അപ്പം നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ എല്ലാ മക്കളും ഒരു ടെൻഷനും വേണ്ട, അടിപൊളിയായിട്ട് നമ്മൾ USS ക്രാക്ക് ചെയ്യും. അപ്പൊ ഇനി ടെൻഷൻ ടെൻഷനൊക്കെ അടിക്കുന്ന കുട്ടികളോടാട്ടോ. ടെൻഷനൊന്നും ഇല്ലാത്തവരോട് പവർ അടിപൊളി സെറ്റാണ്. അപ്പൊ എല്ലാരും എന്ത് ചെയ്യുക, അടിപൊളിയായിട്ട് പരീക്ഷ പോവാ. ഒന്നും ആലോചിക്കേണ്ട, ഒന്നിനെ കുറിച്ചും പറയിടാണ്ട. നമ്മളൊക്കെ പഠിച്ചതാ. ഇനി നമ്മളത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സാമിന് പോകുന്നു. ആ ഒരു തോട്ട് മാത്രം എന്റെ മക്കളെ മൈൻഡിൽ ഉണ്ടായത് കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് എക്സാം ചെയ്ത എന്റെ എല്ലാ മക്കൾക്കും ഒരു അടിപൊളി ഓൾ ദ ബെസ്റ്റ് മിസ് പറയാട്ടോ. അപ്പൊ ഇന്നത്തെ സെക്ഷൻ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതേപോലുള്ള ഒരുപാട് സെക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ഓൾ ഓഫ് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.